ഹൈ മൈ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് പിനാങ് ഹിൽ സ്റ്റേഷൻ. ആ പിനാങ് ഹിൽ സ്റ്റേഷൻ്റെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വന്ന് ഈ കടൽ തീരത്ത് കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു ഗാലറിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിനാങ് എന്ന് പറയുന്ന ടൗൺ തന്നെ മലേഷ്യയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ടൗണാണ്. പിനാങ്ങിൻ്റെ താഴ്വാരത്ത് നിന്ന് മുകളിലേക്ക് 1923 സ്റ്റാർട്ട് ചെയ്ത ഒരു റെയിൽവേ. ഈ റെയിൽവേ ആ കാലത്ത് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത് സ്റ്റീം വെച്ചിട്ടാണ്, അതായത് കൽക്കരി സ്റ്റീം വെച്ചിട്ടാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കാലോചിതമായിട്ട് ഇത് അതാത് കാലങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനായി മാറിയിരിക്കുകയാണ്. 4-5 കമ്പാർട്ട്മെൻറ്റോട് കൂടിയ നമ്മുടെ മെട്രോ പോലത്തെ ഒരു ട്രെയിൻ സർവീസാണ് ഇവിടെ ഈ പിനാങ്ങിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരമുള്ള ഈ ടണൽ ഇടയ്ക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടെയുള്ള ഈ യാത്രയ്ക്ക് വേണ്ടത് ഏതാണ്ട് 7 മിനിറ്റ് സമയമാണ്. ഇവിടെ ഈ പിനാങ് മലയുടെ ഈ മുകൾ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന തണുപ്പ് ചൂട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴ്ഭാഗത്തേക്ക് നമുക്ക് കാണാം, ഒരു ഭാഗത്ത് ജോർജ് ടൗൺ ഉണ്ട്, അടുത്ത ഭാഗത്ത് ബട്ടർ വർത്ത് ഉണ്ട്. നമുക്ക് കാണാം ഇവിടെ പഴയ ബ്രിഡ്ജ്, ആ ഭാഗത്ത് പഴയ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഇത് കൂടാതെ ഇപ്പുറം പുതുതായിട്ടൊരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആ ബ്രിഡ്ജ് 23 കിലോമീറ്റർ ദൈർഘ്യമാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിനാങ് ടൗണിൻ്റെ ആ വശ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ധാരാളം ബിൽഡിങ്ങുകൾ താഴെ കാണാം. ഒപ്പം തന്നെ ആ സൈഡിൽ ബീച്ചുമുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് ലങ്കാവിയിലേക്കുള്ള യാത്ര പോകുന്നത്. ഏതാണ്ട് വെസലിലും ഷിപ്പിലുമൊക്കെ പോവുകയാണെങ്കിൽ, വെസലിൽ പോവുകയാണെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം മതി ലങ്കാവിയിലെത്താൻ. നേരെ മറിച്ച് ഷിപ്പിൽ പോവുകയാണെങ്കിൽ ഏതാണ്ട് 3 മണിക്കൂർ ദൈർഘ്യം വേണം. 3 മണിക്കൂർ യാത്രയാണ്. എല്ലാം കൊണ്ടും പ്രകൃതി മനോഹരമായ ഈ സ്ഥലം ഈ മലേഷ്യയെ സംബന്ധിച്ച് വളരെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ഇടമാണ്. പുഷ്പങ്ങളും ചെടികളും എല്ലാം നിറഞ്ഞ വളരെ സന്തോഷമായ ഒരു പ്രദേശമാണിത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ ഹിൽ പാലസ്.